മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തത്തെ അതിജീവിച്ചവർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകുന്ന കൽപ്പറ്റ ടൗൺഷിപ്പ് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം ഈ ബുധനാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും. 178 ഗുണഭോക്താക്കൾക്കുള്ള പട്ടയവും മുഖ്യമന്ത്രി വിതരണം ചെയ്യും. ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ നമ്മുടെ അതിഥിയായി മോർണിംഗ് ഷോയിൽ വരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീ കെ രാജൻ. എന്തായാലും ഇതൊരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമുക്ക് ഈ ടൗൺഷിപ്പിൻ്റെ ഒന്നാം ഘട്ടം അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു. അതുപോലെ സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ഈ കൽപ്പറ്റ ടൗൺഷിപ്പും യാഥാർത്ഥ്യമാകും. ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഈ അവസരത്തിൽ കെ രാജൻ എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് രാജനെക്കുറിച്ച് ഞാൻ ഓർമ്മിക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യം, ഈ വയനാട് ഈ പ്രശ്നമുണ്ടായപ്പോൾ മുണ്ടക്കൈ ചൂരൽമലയിലൊക്കെ തന്നെ എല്ലാ ദിവസങ്ങളിലും ജനങ്ങൾക്കൊപ്പം രാജൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പക്ഷെ വല്ലാത്തൊരു വികാരഭരിതമായിട്ടുള്ള ഓർമ്മകളുടെ യഥാർത്ഥത്തിലൊരു തിരതള്ളിച്ചാട്ടമാണ് ഇപ്പോൾ മനസ്സിലുണ്ടാകുന്നത്. 410 വീടുകളുടെ നിർമ്മാണമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് 90% പൂർത്തീകരിക്കപ്പെടുന്ന പ്രത്യേകമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിലെ ഫേസ് 1 ഉപഭോക്താക്കളായിട്ടുള്ള 178 പേർക്ക് അവരുടെ സ്ഥലം ഉറപ്പിച്ച് അവരുടെ വീടുകൾ കൈമാറാനും അതോടൊപ്പം സ്കാൻ ശരിയായി പറഞ്ഞതുപോലെ ആ 178 കുടുംബങ്ങൾക്കുള്ള പട്ടയം കൈമാറാനും അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ബാക്കി 2A-യും 2B-യും ഉൾപ്പെടെയുള്ള ഫേസുകളിൽ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആദ്യത്തെ മഴത്തുള്ളി വയനാട്ടിലെ കൽപ്പറ്റയിൽ വീഴുന്നതിന് മുമ്പേ സുരക്ഷിതമായിട്ടുള്ള ഭവനത്തിൻ്റെ താക്കോൽ കൈമാറാനുള്ള നടപടിക്രമങ്ങളും അതിവേഗം നടന്നു വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കേവലം വീടുകൾ മാത്രമല്ല, വീടുകൾ ഉൾപ്പെടുന്ന ഒരു നഗരമാണ് യഥാർത്ഥത്തിൽ അവരുടെ മുമ്പിൽ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി, കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി രാഷ്ട്രീയത്തിനതീതമായി ഗവൺമെൻറ്റിൻ്റെ പേരിൽ നാം സമ്മാനിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മളെല്ലാം പറഞ്ഞതുപോലെ അവിടെ നഗരം മാത്രമല്ല, അനുബന്ധ കാര്യങ്ങളെല്ലാം അംഗനവാടിയും മാർക്കറ്റും സിനിമാ തിയേറ്ററും സ്കൂളും ആരോഗ്യ കേന്ദ്രവും എല്ലാം അടക്കം ഒരു സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു സമൂഹത്തിനകത്ത് എന്തെല്ലാമാണോ ആവശ്യം അവർക്ക് അതെല്ലാം കൂട്ടിയോജിപ്പിക്കാവുന്ന ഒരു പുതുനഗരം. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. സാർ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്, സാധാരണ നിലയിൽ പലരും പറഞ്ഞിരുന്നത് ദുരന്തബാധിതർക്ക് വേണ്ടി ലഭ്യമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സംഖ്യ ഒരു സംഖ്യയായി അവർക്ക് കൊടുത്താൽ പോരെ എന്ന ചോദ്യമായിരുന്നു. അന്നും ഞങ്ങൾ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർ ഓഗസ്റ്റ് 24 ഒരുമിച്ച് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വേണുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കാരണം അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു പാലായനത്തിൻ്റെ ചരിത്രമുണ്ട്. പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിലേക്ക്, ഇനി ഏതു മലയിലേക്ക് ഞങ്ങൾക്ക് പണം തന്നു വിട്ടാൽ ഞങ്ങൾ പല സ്ഥലത്തായി ഇനി വികേന്ദ്രീകരിക്കപ്പെട്ടു പോകും. ഈ ദുരന്തത്തിൽ പുന്നപ്പുഴയുടെ തീരത്തുള്ള 298 പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇനി ബാക്കിയുള്ളവർ ഒരുമിച്ച് ജീവിച്ച് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും പഴയകാലത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, ഒരുമയിലേക്ക്, ഒരുമിച്ചുള്ള ജീവിതത്തിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരണം എന്ന ആശയത്തിൻ്റെ ആദ്യഘട്ട സബലീകരണമാണ് ഫെബ്രുവരി 25 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ കേരളത്തിൻ്റെ പൊതുനേതൃത്വം ആകെ പങ്കെടുക്കുന്ന, മാധ്യമപ്രവർത്തകരടക്കം കേരളത്തിൻ്റെ പൊതുനേതൃത്വം ആകെ പങ്കെടുക്കുന്ന ഈ കൂടിച്ചേരലുകളോടെ ഉണ്ടാകുന്നത്. വിയോജിപ്പിൻ്റെ, വിഘടനത്തിൻ്റെ ഘടകങ്ങളല്ല, കൂടുതൽ യോജിപ്പിൻ്റെ, ദുരന്തബാധിതർക്ക് ഒരുപക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ ആദ്യത്തെ അനുഭവമായിരിക്കും. ലഭ്യമാകുന്ന സഹായങ്ങൾ വിതരണം ചെയ്യുകയോ ഏതെങ്കിലും വിധത്തിൽ കഴിഞ്ഞ പ്രളയത്തിനൊക്കെ ഉണ്ടായതുപോലെ കേരളത്തിന് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു കൊടുക്കുകയോ ചെയ്ത അനുഭവങ്ങളുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ദുരന്തബാധിതരുടെ മുമ്പിൽ ടൗൺഷിപ്പ് എന്ന ദുരന്ത ബാധിത രംഗത്തെ ഒരു കേരള മോഡൽ ഉണ്ടാകുന്നത്. ആ മോഡലിനെയാണ് യഥാർത്ഥത്തിൽ കേരളം വരവേൽക്കാൻ പോകുന്നത് എന്നാണ് ആദ്യഘട്ടത്തിൽ അഭിമാനത്തോടെ തോന്നുന്ന. രാജൻ, ഈ കൽപ്പറ്റ ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ രാജൻ പറഞ്ഞു ഈ സിനിമാ തിയേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതോടെ ഇത്തരം സൗകര്യങ്ങൾ കൂടി അവിടെ പൂർത്തിയാകുമോ, അതോ അതിൻ്റെ പണി പിന്നീട് ചെയ്യും, അങ്ങനെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ പ്രയോറിറ്റി കണക്കാക്കിയിട്ടുള്ളത് വീടുകൾക്കാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ദുരന്തം നടന്ന 62ാമത്തെ ദിവസം ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം നടന്നെങ്കിലും നമുക്ക് തറക്കല്ലിടാൻ കോടതി തന്നെ നിയമവ്യവഹാരത്തിൽപ്പെട്ട അവസരം കിട്ടിയത് മാർച്ച് അവസാനത്തിലാണ്. ഫെബ്രുവരി 13 പണമടച്ച് നമ്മുടെ കയ്യിലേക്ക് ഈ ഭൂമി ലഭ്യമാകുന്നത്. ആ ഭൂമിയിൽ നേരത്തെ പറഞ്ഞതുപോലെ 7 സെൻറ്റ് വീട്, 2 നില കെട്ടാവുന്ന വലുപ്പത്തിലുള്ള നല്ല അടിത്തറയോടുകൂടി, 2ഓ 3ഓ നിലയോ കെട്ടാവുന്ന അടിത്തറയോട് കൂടിയിട്ടുള്ള മനോഹരമായ വീട്, അതിന് ചുറ്റും 7 സെൻറ്റ് സ്ഥലത്ത് മതിൽ, എല്ലാ വീടുകളും റോഡിലേക്ക് തുറക്കാനുള്ള ഗേറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. ഇത്രയാണ് ആദ്യഘട്ടത്തിൽ പ്രയോറിറ്റിയിൽ നമ്മൾ എടുത്തത്. കാരണം നവംബർ മാസം വരെ ഇപ്പോൾ അങ്ങയുടെ തന്നെ മാധ്യമ പ്രവർത്തകരോട്
വയനാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം, നവംബർ മാസം വരെ ഇടതടവില്ലാത്ത വിധത്തിലുള്ള മഴ പെയ്തൊരു സ്ഥലമാണ് വയനാട്. അപ്പോൾ പ്രയോറിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ള വീടുകൾക്കാണ്. പക്ഷെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് റോഡ് പണി ആരംഭിച്ചിട്ടുണ്ട്. അനുബന്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം സ്ഥലം ഫിക്സ് ചെയ്ത് വാരം കോരി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സൈമുൾട്ടേനിയസ് ആയി ആ നടപടിക്രമങ്ങൾ കൂടി നടന്ന് പൂർത്തീകരിക്കുമ്പോഴാണ് കൽപ്പറ്റ നഗരം എന്ന ആശയം, ടൗൺഷിപ്പ് എന്ന ആശയം പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കുക. പക്ഷേ ആദ്യഘട്ടത്തിലെ സുരക്ഷിതമായിട്ടുള്ള വീടുകളിലേക്ക് ഇപ്പോൾ നാം വലതുകാലം വെച്ച് പ്രവേശിക്കും. കെ രാജൻ, ഒരു കാര്യം കൂടി, അതായത് ഈ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഈ പട്ടയമൊക്കെ കൊടുത്തു കഴിയുമല്ലോ. അപ്പോൾ ഈ 178 വീടുകളിലും ആളുകൾ താമസിച്ചു തുടങ്ങുമോ? എന്താണ് അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കണക്കുകൂട്ടൽ? അവരുടെ കൂടി സൗകര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് നിശ്ചയിക്കാം. ഈ പട്ടയം കൊടുത്തു കഴിയുമ്പോൾ ലഭ്യമായ വീട്ടിൽ ആളുകൾക്ക് അവരവരുടെ ഇഷ്ടങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ടാകും. ഈ ഫേസ് 1-ലെ 178 വീടുകളിൽ 10 വീട്ടുകാരുടെ പ്രശ്നം അവർ പറഞ്ഞു. അവർക്കുള്ള മുകളിലെ 4-ാം ഫേസിൽ നിന്ന് താഴത്തുള്ള പ്ലേസിലേക്ക് ഇപ്പോൾ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസിലേക്ക് വരികയാണ് അവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. അതനുസരിച്ച് നറുക്കിടാം എന്നാണ് അവരുടെ ആഗ്രഹമായിരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് അതിനുള്ള അവസരം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുമായി കൂട്ടിച്ചേർന്ന് ആലോചിച്ച് അതിനു പറ്റിയിട്ടുള്ളൊരു പാക്കേജാണ് അവർക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു പുതിയ നഗരത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കി ഒരു ചെറിയ സമയം അവർക്ക് സ്വാഭാവികമായിട്ടും വേണ്ടി വരും. എന്നാൽ ചില വീട്ടുകാർക്ക് ഇപ്പോൾ തന്നെ കയറി താമസിക്കാനും വിരോധം ഉണ്ടാകില്ല. സമ്മിശ്രമായിരിക്കും അതിൻ്റെ പ്രതികരണം. അത് അവർ ഇന്ന് അവിടെ മേപ്പാടിയിൽ വെച്ച് ജില്ലാ കളക്ടർ തന്നെ മറ്റാരെ കൊണ്ട് നറുക്കെടുപ്പിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആരാണോ വീട്ടിൽ കയറി താമസിക്കാൻ പോകുന്നത് അവരുടെ കൈകൾ കൊണ്ട് തന്നെ അവർക്ക് നമ്പർ എടുക്കാം. അവരുടെ നമ്പർ ഇട്ട വീട് ഏത് എന്ന് പോയി കാണാം. നമ്പർ നേരത്തെ തന്നെ എടുക്കാൻ വേണ്ടി നിശ്ചയിക്കുന്നത് എന്തുകൊണ്ടാണെങ്കിൽ പട്ടയം എഴുതുമ്പോൾ അതിൻ്റെ സർവേ നമ്പർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേണമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഈ നഗരം കൊണ്ട് അവസാനിക്കില്ല. SKN നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന, നമ്മളെല്ലാവരും ഒരുമിച്ച് പറഞ്ഞിരുന്ന ഉണ്ണിമാഷും കുട്ടികളും ഒക്കെ പഠിച്ചും പഠിപ്പിച്ചും പോയിരുന്ന നമ്മുടെ സ്കൂള് വീണ്ടും അവിടെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ സ്ഥലം എക്വയർ ചെയ്യാനുള്ള നടപടികളെല്ലാം അവസാന ഘട്ടത്തിലായി. പുന്നപ്പുഴയുടെ തീരത്തുള്ള പഴയ സ്കൂൾ ഇപ്പോൾ അവർ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. അവർക്ക് വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു പോകാൻ അത് തയ്യാറാകുന്നു. രണ്ടാമത്തെ പാലത്തിൻ്റെ നിർമ്മാണം ടെൻഡർ അംഗീകരിച്ച് ബെയിലിപ്പാലം എന്ന ഈ പാലത്തിൻ്റെ നിർമ്മാണ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അവിടെയുള്ള വില്ലേജ് ഓഫീസ് അടക്കം അംഗനവാടികളടക്കം ആ പ്രദേശത്ത് വീണ്ടും പുനഃസംഘടിപ്പിക്കേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം സാസ്കി ഉപയോഗിച്ചിട്ടുള്ള ഫണ്ടുകളും നമ്മുടെ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ കരുതി വെച്ച സംഖ്യയും എടുത്തുകൊണ്ട് നടപടിക്രമങ്ങളിലേക്ക് പോയി. കടം പൂർണ്ണമായിട്ടും ആ കടത്തിൻ്റെ ബാധ്യത ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പണം തയ്യാറായി. ഈ ആഴ്ച തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത സമയത്തു തന്നെ പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ നമുക്ക് അവിടുത്തെ കട ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം കൂടി, സംരംഭകരടക്കമുള്ളവർക്കുള്ള നഷ്ടപരിഹാരം കൂടി വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും. അങ്ങനെ ഒരു ടോട്ടൽ പാക്കേജിലേക്കാണ് നമ്മുടെ യാത്ര. അത് ഈ ഗവൺമെന്റിന്റെ ഭരണകാലയളവിൽ തന്നെ പൂർത്തീകരിക്കാൻ പറ്റുന്ന വേഗത്തിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ കെ രാജൻ. ഈ ഫംഗ്ഷനും അതുപോലെ തന്നെ ഈ ടൗൺഷിപ്പിനും എല്ലാ ആശംസകളും നേരിടെല്ലാം പങ്കുകയും നടക്കട്ടെ. താങ്ക് യു. റവന്യൂ മന്ത്രി കെ രാജൻ സംസാരിക്കുകയായിരുന്നു. എന്തായാലും ഈ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നതോടെ കുറച്ച് ആൾക്കാരുടെ കണ്ണീർ ഓർമ്മയായ മുണ്ടക്കൈ ചൂരൽമലയിൽ ഒരു ആശ്വാസത്തിന്റെ കിരണം എത്തും നമ്മൾ മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.